ഞാൻ അറിയുന്ന ഒരു ബിസിനസ്സുകാരൻ അവർ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ അവർ സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെയുള്ള ഒരാളാണ്, പക്ഷേ നെക്സ്റ്റ് 6 മന്ത് എനിക്ക് നിങ്ങളുടെ ഫുൾ സാലറി തരാൻ കഴിയില്ല. ഇപ്പോഴത്തെ കമ്പനിയുടെ പൊസിഷൻ ഇതാണ്, ഇതിൽ എത്ര പേർക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റാഫും നിന്നു എന്നാണ്. അതിൽ 1-2 ആളുകൾ മാത്രമാണ് അതിൽ നിന്ന് വിട്ടുപോയത്. ബാക്കി എല്ലാ സ്റ്റാഫുകളും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അവർ കൊടുത്തിരുന്ന 20-30% അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ളൊരു വേജായിരുന്നു. അങ്ങനെ ആ കമ്പനി വീണ്ടും തിരിച്ചു വരികയും അവർക്ക് മുമ്പ് നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ സാലറി കൊടുത്തുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ പ്രതിസന്ധി സമയത്ത് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്തുള്ള ആകെ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫാണ്. അതെ. ഇപ്പം ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. MFB ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാറിനോടുള്ളൊരു ചോദ്യം, നമ്മൾ ഓൺടർപ്രണേഴ്സ്, നമ്മുടെ ധാരാളം ഫ്രണ്ട്സ് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവർ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബിസിനസ് ലൈഫിൽ ഇതുവരെ കാണാത്ത പല പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇതിന് ഇവരൊക്കെ പല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളുകളൊക്കെ എന്നാണ്. എങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അവർ പലപ്പോഴും പകച്ച് പല പ്രശ്നങ്ങളിലും പോയിട്ട് ചാടുന്നുണ്ട്. ഇവർക്ക് വ്യക്തമായിട്ടുള്ളൊരു മെൻറ്ററിങ് ഏത് രീതിയിലൊക്കെ നമുക്ക് നൽകാൻ പറ്റും? കാരണം ഈ കാലം മാറുന്നതിനനുസരിച്ച് അവർ പല രീതിയിലും ടെക്നോളജിയിലൊക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരിക്കലും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിന് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന റിസൾട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യാസം, പ്രത്യേകിച്ച് ഈ 2-3 വർഷങ്ങളായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ എങ്ങനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇതിന് ഏത് രീതിയിലുള്ള ഒരു കോഴ്സാണ് അവർ എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി സാറിന് കൊടുക്കാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എടുക്കുന്ന ട്രെയിനിങ്ങുകൾ മുഴുവൻ തന്നെ ആ ബിസിനസ്സിനെ റൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകളാണ് കൂടുതലായി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ മാറി വരുന്നു, പിന്നെ അനുഭവങ്ങൾ മാറി വരുന്നു, എക്കണോമിയുടെ സിറ്റുവേഷൻസൊക്കെ മാറി വരുന്നു. ഇത് സ്വാഭാവികമായിട്ട് ബിസിനസ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സെൽഫ് കേപ്പബിൾ അല്ല എങ്കിൽ ഓരോ പ്രതിസന്ധിയും അദ്ദേഹത്തിന് ഭാരമായിട്ടാണ് തോന്നുക. എന്നാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ സെൽഫ് കേപ്പബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ മാജിക് വൈബ്സ് കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ട്രെയിനിങ്ങുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നതിനേക്കാൾ ഉപരി ജീവിതത്തിൽ ഏത് സിറ്റുവേഷൻ വന്നാലും എങ്ങനെ അതിനു മുമ്പിൽ സ്റ്റാൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവൻ പഠിക്കേണ്ടതും അവൻ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് സ്വന്തമായിട്ട് എങ്ങനെ കാര്യങ്ങളെ ഫേസ് ചെയ്യാം, സ്വന്തമായിട്ട് എങ്ങനെ കാര്യങ്ങളെ മാനേജ് ചെയ്യാം, അതിന് എന്തു മാറ്റമാണ് ആ ബിസിനസ്സുകാരിൽ വരേണ്ടത് എന്നിടത്തു നിന്ന് പഠനം തുടങ്ങേണ്ടതാണ്. പലപ്പോഴും പഠനങ്ങൾ കിടക്കുന്നത് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനവും അതിൻ്റെ സൊല്യൂഷനുമാണ്. സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ എന്നും വരുന്നത് ഒരേ പ്രശ്നങ്ങളല്ല, ഡിഫറെൻ്റ് പ്രോബ്ലംസാണ്. അപ്പോൾ വ്യക്തിപരമായി കാര്യങ്ങളെ നേരിടുവാനും ഈ യൂണിവേഴ്സൽ സിസ്റ്റത്തെക്കുറിച്ചുള്ളൊരു പുതു കാഴ്ചപ്പാട് ക്രിയേറ്റ് ചെയ്യാനും സ്വന്തം ഇമോഷനെയും അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനും കഴിയുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു ബിസിനസ്സുകാരൻ, ഒരു ഓൺട്രപ്രണർ വന്നു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ വരുന്ന ഏത് പ്രതിസന്ധിയും നേരിടാൻ ആൾ എന്തായിരിക്കും, കേപ്പബിളായിരിക്കും. അങ്ങനെ ഒരാൾ കേപ്പബിൾ ആണ് എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുവാനുള്ള ഊർജം അയാളിലുണ്ടാവും. ഇപ്പോൾ സാധാരണ കണ്ടുവരുന്ന സംഭവം, വ്യത്യസ്തമായൊരു അനുഭവം വരുന്നതോടുകൂടി അവരുടെ എനർജി ഡൗൺ ആവുന്നു, അവർ തളർന്നു പോകുന്നു, അവർക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാവുന്നു, സ്വന്തം സ്റ്റാഫിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെയാവുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൽ അടിയൊഴുക്കുകൾ സംഭവിക്കുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വലിയ നഷ്ടങ്ങളാണ്.
പ്രോഫിറ്റ് നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടുന്നു, സാമ്പത്തികമായ വലിയ തകർച്ചയിലേക്ക് പോകുന്നു. ഈ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇത് ബോധ്യപ്പെടുന്നത് തകർച്ചയുടെ ഏറ്റവും അടിത്തട്ടിലെത്തി നിൽക്കുമ്പോഴാണ്. പിന്നീടാണ് ഇതിൻ്റെ റിയൽ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഈ യാത്ര കുറേ ദൂരം പിന്നിട്ടിരിക്കും. പിന്നെ തിരിച്ച് ഇതിലേക്ക് വരണമെങ്കിൽ കുറേ സമയമെടുക്കും. ഇതേ സമയം കൃത്യമായിട്ടുള്ള സെൽഫ് മാനേജ്മെൻറ്റ്, സെൽഫ് കേപ്പബിലിറ്റിക്ക് എത്തിയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വരാം, അടിയിലേക്ക് പോകാം. പക്ഷേ അത് അടിയിലേക്ക് പോകുന്നതിനൊരു പരിധി ഉണ്ടാവും. രണ്ടാമത് അവിടുന്ന് പൊന്തി വരാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കേപ്പബിലിറ്റി വന്നതുകൊണ്ട് ഒരു പ്രോബ്ലംസ് വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏത് പ്രോബ്ലംസ് വന്നാലും അതിനെ നേരിടാൻ തക്കവണ്ണം ഇദ്ദേഹം ഇൻഡിപെൻഡൻ്റ്ലി കേപ്പബിളായിട്ട്. ഇത്തരം ട്രെയിനിങ്ങുകളാണ് ശരിക്കും ഇന്ന് ഓൺട്രപ്രണേഴ്സിന് ആവശ്യമുള്ളത്. അത് കുറച്ചുകൂടെ സമയമെടുത്തുകൊണ്ടും മാത്രമല്ല ചില എക്സ്പീരിയൻസുകളിലൂടെ കടന്നുപോയി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അവർ ആ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുക. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ മനസ്സിലാക്കിക്കൊണ്ട് പോകണം എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ എന്നത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഇമോഷണൽ മാനേജ്മെൻറ്റ്, ക്രൈസിസ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ സാധാരണ കോൺഷ്യസ്ലി ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇന്ന ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷേ ഇത് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബിസിനസ്സിലൊരു വലിയ ലോസ് വരികയാണ്. അവിടെ കൃത്യമായിട്ട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണമെങ്കിൽ ഈ ഓൺട്രപ്രണർക്കൊരു കപ്പാസിറ്റി വേണം, സ്റ്റാഫിനെ കാണുവാനും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനും. ഇത്തരം കപ്പാസിറ്റിയുള്ള ആളുകളെ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നുകൂടി പറയുമ്പോൾ അത് ക്ലിയറാവും. ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരു ബിസിനസ്സുകാരൻ, അവർ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ അവർ സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെയുള്ള ഒരാളാണ്, പക്ഷേ നെക്സ്റ്റ് 6 months എനിക്ക് നിങ്ങളുടെ ഫുൾ സാലറി തരാൻ കഴിയില്ല. ഇപ്പോഴത്തെ കമ്പനിയുടെ പൊസിഷൻ ഇതാണ്, ഇതിൽ എത്ര പേർക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റാഫും നിന്നൊന്നാണ്. അതിൽ 1-2 ആളുകൾ മാത്രമാണ് അതിൽ നിന്ന് വിട്ടുപോയത്. ബാക്കി എല്ലാ സ്റ്റാഫുകളും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അവർ കൊടുത്തിരുന്ന 20 to 30% അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ളൊരു വേജായിരുന്നു. അങ്ങനെ ആ കമ്പനി വീണ്ടും തിരിച്ചു വരികയും അവർക്ക് മുമ്പ് നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ സാലറി കൊടുത്തുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ പ്രതിസന്ധി സമയത്ത് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്തുള്ള ആകെ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫാണ്. ഇപ്പം ഈ ഒരു തരത്തിലേക്ക് നമുക്ക് സ്റ്റാഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിലും അവരെ കൂടെ നിർത്തണമെങ്കിലും നമ്മൾ പവർഫുള്ളായി നിൽക്കണം. ഇത് നമ്മൾ, അതായത് ഓൺട്രപ്രണർ ആദ്യമേ തകർന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റാഫിനും എന്തുണ്ടാവില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. ഇതുണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്പിരിച്വലി മോട്ടിവേറ്റഡ് ആവണം, സ്പിരിച്വലി റിജുവിനേറ്റഡ് ആവണം. അങ്ങനെ പവർഫുള്ളായിട്ടുള്ള ഓൺട്രപ്രണേഴ്സാണ് വിജയങ്ങൾ കൊയ്യുന്നത്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്വന്തത്തിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ബിസിനസ്സിലെ 80% കിടക്കുന്നത് ഓൺട്രപ്രണറുടെ മൈൻഡ് സെറ്റാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.